നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ചെയ്ത ചില വീഡിയോകൾക്കടിയിൽ കണ്ട പ്രതികരണങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായിട്ട് ആ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാത്തത്, പഹൽഗാം വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യമായിരുന്നു. നേരത്തെ ചെയ്ത ചില വാർത്തകളുടെ തുടർച്ച എന്ന രീതിയിലാണ് ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ശാരീരികമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോയത്. ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ചിലതൊക്കെ ആശ്വാസം നൽകുന്ന വാർത്തകളാണ്, ചിലതൊക്കെ അപ്രിയ സത്യങ്ങളാണ്. ഈ അപ്രിയ സത്യങ്ങൾ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. പറയുമ്പോൾ എല്ലാം പറയേണ്ടതുണ്ട്. എന്തായാലും പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. നമ്മുടെ രാജ്യം ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു സൂചന പാകിസ്ഥാന് നൽകിയപ്പോൾ, ഭീകരവാദികൾക്കെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന നൽകിയപ്പോൾ, പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ പാകിസ്ഥാനിൽ കാണാനില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹം UK അയച്ചു. ഒരു സൈനിക മേധാവി എന്നതിലുപരി അദ്ദേഹം അതിസമ്പന്നനാണ്. ആ സമ്പത്ത് അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടതുണ്ട്, കുടുംബത്തെ അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യം സേഫ് അല്ല എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു. അത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പാകിസ്ഥാൻ നമുക്കെതിരെ 130ഓളം ആണവായുധങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മുന്നിൽ നിന്ന് അവരുടെ യുദ്ധങ്ങളെ അല്ലെങ്കിൽ പോരാട്ടത്തെ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഇപ്പോൾ രാജ്യത്തില്ല. ഒന്നുകിൽ അദ്ദേഹം രാജ്യം വിട്ടു, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഏതെങ്കിലും ബങ്കറിൽ അഭയം പ്രാപിച്ചു എന്നൊരു വാർത്ത. ഇത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ രാജ്യവുമായി ഏറ്റുമുട്ടാൻ പറയുന്നത് പോലെ അത്ര വലിയ ആത്മവിശ്വാസമൊന്നും പാകിസ്ഥാനില്ല. ഇത് വ്യക്തമാക്കിയ ഒരു വാർത്തയാണ്. മറ്റൊന്ന്, പഹൽഗാമിലെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് 26 ആളുകൾ മരിച്ചപ്പോൾ കുറച്ച് ആളുകൾക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. ഇതിൽ 12ഓളം ആളുകൾ അവർ അപകട നില തരണം ചെയ്തു എന്നുള്ളതാണ്. ഇത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ അത് തകർത്ത് സൈന്യം മുന്നേറുകയാണ്. ഭീകരവാദികൾ ഇപ്പോൾ സൈന്യത്തിന്റെ വലയത്തിലാണ് എന്നൊരു വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ സൈന്യം നടത്തുന്ന നീക്കവുമായി ബന്ധപ്പെട്ടവർ പങ്കുവെക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല. അറിഞ്ഞിടത്തോളം നമ്മൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആശ്വാസം നൽകുന്ന ചില വാർത്തകൾ അത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില അപ്രിയ സത്യങ്ങൾ. അത് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ ഈ പഹൽഗാം അറ്റാക്ക് നടന്ന സംഭവം ആ ഒരു സമയത്ത് മാത്രം നടന്നതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതൊരു തുടർക്കഥയാണ്. 2014 വരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ, ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ ആ ഒരു ദൗത്യം അവർ നിർവഹിക്കുന്നില്ല. അവർ ചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്നില്ല. അധികാരികൾ എന്താണോ പറയുന്നത്, അവരുടെ ഉത്തരവുകൾ എന്താണോ, അത് മാത്രമാണ് ഇന്ന് വാർത്തയായി നമുക്ക് മുന്നിലെത്തുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഭരണാധികാരികളെ ഭയന്ന് പലതും ചോദിക്കാൻ അവർ മടിച്ചു മാറി നിൽക്കുമ്പോൾ, ചിലരൊക്കെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം അധികാരികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് അത് ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഒരു ഭയപ്പാടിലേക്ക് പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യവുമുണ്ട്. സ്വാമി ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. പഹൽഗാം അറ്റാക്ക്, ഭീകരവാദ ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ, അത് വളരെയധികം ശ്രദ്ധേയമായത് തന്നെയാണ്. തിരുവനന്തപുരം MP ശശി തരൂർ പഹൽഗാം അറ്റാക്ക് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സുരക്ഷാ വീഴ്ചയല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്, രാജ്യം നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണദാസാണ്. അങ്ങനെ പലരും ഇപ്പോൾ ഭരണാധികാരികളെ, ഭരണത്തിലിരിക്കുന്നവരെ വാഴ്ത്തിപ്പാടുകയാണ്. പ്രതിപക്ഷത്തുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്. പലരും
ഭരണത്തിലിരിക്കുന്നവരെ വാഴ്ത്തിപ്പാടുന്നു, അവർക്കെതിരെ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഭരണത്തിലിരിക്കുന്നവരുടെ വീഴ്ച തുറന്നു കാണിക്കാൻ സ്വാമിയെ പോലുള്ള ആളുകൾ രംഗത്തെത്തിയത്. പഹൽഗാം വീഴ്ചയിൽ കാവൽക്കാരന് പങ്കുണ്ട് എന്നതാണ് സ്വാമി തുറന്നു പറഞ്ഞത്. എങ്ങനെയാണ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ തുടർച്ചയായി നുഴഞ്ഞു കയറാൻ കഴിയുന്നത്? രാജ്യത്ത് പഹൽഗാം അറ്റാക്ക് മാത്രമല്ല, ഭീകരവാദ ആക്രമണം മാത്രമല്ല ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായത്. പുൽവാമ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയത് ഭീകരവാദികളാണ്. ഇവരൊക്കെ എങ്ങനെയാണ് രാജ്യത്തിനകത്തേക്ക് കടന്നു കയറിയത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ആയുധങ്ങൾ കിട്ടിയത്? നമ്മുടെ വീടിനൊരു കാവൽക്കാരൻ ഉണ്ടെങ്കിൽ ആ കാവൽക്കാരൻ അറിയാതെ നമ്മുടെ വീടിനകത്തേക്ക് ഒരാൾ കയറി വരില്ല. നമ്മുടെ വീടിനകത്തൊരു കവർച്ച നടക്കില്ല. ഇവിടെ ഒന്നാം പ്രതി കാവൽക്കാരനാണ്. ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കാവൽക്കാരനെയാണ്. ഇത് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. എന്തായാലും അത് പറയാൻ സ്വാമി ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ അദ്ദേഹം ചങ്കൂറ്റം കാണിച്ചു, തന്റെ ഇടം കാണിച്ചു. അതൊരു ചെറിയ കാര്യമല്ല, അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ധ്രുവറാട്ടി എന്നു പേരുള്ള ഒരു യൂട്യൂബർ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ഈ ഒരു യൂട്യൂബർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച, അത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. സർക്കാരിനോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പഹൽഗാം ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പുൽവാമയെ കുറിച്ചാണ് അദ്ദേഹം ചെയ്ത ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ആദ്യം ഓർക്കുന്നത്. അതായത് ഇവിടെ നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ഭീകരവാദ ആക്രമണത്തിനുള്ള സാധ്യത 11ഓളം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ ഉള്ള സാഹചര്യത്തിലാണ് 2500ഓളം വരുന്ന സൈനികരെ റോഡ് മാർഗം കൊണ്ടുപോയത്. എത്ര വലിയ വീഴ്ചയാണ് സംഭവിച്ചത്? തുടർച്ചയായി രാജ്യസ്നേഹത്തെക്കുറിച്ചും രാജ്യസുരക്ഷയെക്കുറിച്ചുമൊക്കെ വാചാലരാകുന്ന ആളുകൾ, അതിനുവേണ്ടി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുകൾ. നമുക്കറിയാം ഇവിടെ CAA നിയമം എന്തിനു വേണ്ടിയാണ് അത് കൊണ്ടുവന്നത്? രാജ്യസുരക്ഷയെ കരുതിയാണ്, അതിനുവേണ്ടിയാണ് ആ നിയമം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ കാര്യം ഇവിടെ ധ്രുവറാട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2500 സൈനികരെ റോഡ് മാർഗം കൊണ്ടുപോയി, അവരെ വിമാനമാർഗം കൊണ്ടുപോകാത്തത് വലിയ വീഴ്ചയാണ് എന്ന് ഇവിടെ CRPF IG പവൻകുമാർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നോട്ട് നിരോധനം ഭീകരവാദികളുടെ നട്ടല്ലൊടിച്ചു എന്നാണ്. നോട്ട് നിരോധനം കൊണ്ട് ആരുടെ നട്ടല്ലാണ് ഒടിഞ്ഞത്? ഇവിടുത്തെ സാധാരണക്കാരന്റെ നട്ടല്ലൊടിഞ്ഞു. ഇവിടുത്തെ ബിസിനസ് സംവിധാനങ്ങൾ, സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ അവതാളത്തിലായി. അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഭീകരവാദികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ മാത്രം ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ച് ധ്രുവറാട്ടി പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ 20 മിനിറ്റ് ഉണ്ട്. ആ 20 മിനിറ്റ് വീഡിയോ 1-2 ദിവസം കൊണ്ട് 2 കോടിയിലധികം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ, അത് ഹിന്ദി അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവരെ കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ജമ്മു കാശ്മീരിൽ മാത്രം നടന്ന ചില ഭീകരവാദ ആക്രമണങ്ങളുണ്ട്. നോട്ട് നിരോധനം ഭീകരവാദികളുടെ നട്ടല്ലൊടിച്ചു എന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുമ്പോൾ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം നടന്നിട്ടുള്ള ചില അറ്റാക്കുകൾ. 2016 നവംബർ 6 ആർമി ക്യാമ്പിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. 2017 ജൂലൈ അമർനാഥ് യാത്രക്കാർക്കെതിരെ ഒരു ആക്രമണം. 2018 ഫെബ്രുവരിയില് സുഞ്ജുവൽ മിലിറ്ററി സ്റ്റേഷൻ അറ്റാക്ക്. 2019 ഫെബ്രുവരി പുൽവാമ അറ്റാക്ക്. 2019 ജമ്മു ബസ് സ്റ്റാൻഡിന് നേരെ ഉണ്ടായിട്ടുള്ള ഗ്രനേഡ് അറ്റാക്ക്. 2019 അവന്തിപ്പൂർ പാരാമിലിറ്ററി പോലീസിന് നേരെ ഉണ്ടായിട്ടുള്ള അറ്റാക്ക്. 2023 പുഞ്ച് രാജാവൂറി അറ്റാക്ക്. 2024 റിയാസി അറ്റാക്ക്. 2025 പഹൽഗാം അറ്റാക്ക്. അതായത് 2016 മുതൽ 2025 വരെ 9ഓളം ആക്രമണങ്ങൾ ഉണ്ടായി. 2016 നോട്ട് നിരോധിച്ചത്. നോട്ട് നിരോധനം കൊണ്ട് ആരുടെ നട്ടെല്ലാണ് ഒടിഞ്ഞത്? സാധാരണക്കാരന്റെ നട്ടെല്ലൊടിഞ്ഞു. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ വഷളായി, അവതാളത്തിലായി. അതിലപ്പുറം ഭീകരവാദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കള്ളപ്പണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞോ? ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ അവകാശവാദമായിരുന്നു അത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം രാജ്യത്ത് 9ഓളം, അതായത് ജമ്മു കാശ്മീരിൽ മാത്രം 9ഓളം
ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായി. ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അത് അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായത്. എന്തായാലും ഇവിടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് എപ്പോഴും വാചാലരാകുന്ന ആളുകൾക്ക് തുടർച്ചയായി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യത്തിന്റെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും ഒക്കെ അവർ എത്രമാത്രം വില കൽപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സൈന്യം ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. ആകെയുള്ള ഓഫീസേഴ്സ്, ആർമിയിലെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് 42,095 ആളുകളാണ്. ഇവിടെ 8,400 ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്, ഓഫീസേഴ്സിന്റെ കുറവുണ്ട്. രാജ്യസുരക്ഷ അത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൈന്യത്തിൽ ഓഫീസേഴ്സിന്റെ കുറവുണ്ടാകുന്നത്? 1,00,000 മൊത്തം പട്ടാളക്കാരുടെ കുറവ് ഇപ്പോഴുണ്ട്. 3 വർഷം കഴിഞ്ഞാൽ അത് 2,00,000 ആകാൻ പോവുകയാണ്. കണക്കുകൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് സൈന്യത്തിലേക്ക് ആളെ എടുത്തിട്ടില്ല, യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. സൈന്യത്തിന്റെ ശേഷി ഇല്ലാതാക്കുകയാണ്, അവരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇവിടെ അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ആയുധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇവിടെ പലപ്പോഴും സൈനികരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് സൈനികരുടെ എണ്ണം കുറയ്ക്കുന്നു, പുതിയ ആളുകളെ സൈന്യത്തിൽ എടുക്കുന്നതിൽ അവർ മടി കാണിക്കുന്നു. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? സാധാരണക്കാരായിട്ടുള്ള 26 ആളുകളാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത്. സാധാരണക്കാരായിരുന്നു അവർ, വിനോദസഞ്ചാരികളായിരുന്നു. അവർക്കൊരു സുരക്ഷയുമില്ല. എങ്ങനെയാണ് അവർക്ക് സുരക്ഷയില്ലാതായത്? എന്തുകൊണ്ടാണ് സർക്കാർ അക്കാര്യം ശ്രദ്ധിക്കാതെ പോയത്? മുകേഷ് അംബാനിക്ക് 52 ആളുകളുടെ, അതായത് 10ഓളം കമാൻഡോകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന്റെ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. Z+ കാറ്റഗറി സുരക്ഷയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സുരക്ഷയുമില്ല. പഹൽഗാമിൽ മരിച്ചു വീണത് സാധാരണക്കാരായിട്ടുള്ള 26 ആളുകളാണ്. മുകേഷ് അംബാനി മകന്റെ കല്യാണത്തിന് പൊടിച്ചത് 5,000 കോടി രൂപയാണ്. 5,000 കോടി രൂപ പൊടിച്ച് കല്യാണം നടത്താൻ ശേഷിയുള്ള മുകേഷ് അംബാനിക്ക് സർക്കാർ ചെലവിലാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പഹൽഗാമിൽ ചെല്ലുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് സുരക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യം. ഇതൊക്കെ വലിയ വീഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ശക്തമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ രാജ്യം ഒരുങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ചിലർക്കൊക്കെ മുട്ടുവിറച്ചു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ രാജ്യം വിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. ഇത്രമാത്രം ശേഷിയുള്ള ശക്തമായ സംവിധാനങ്ങളുള്ള രാജ്യത്തിന്റെ കാവൽക്കാരന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു.